അമ്മേ ഒരു ഡ്രസ്സൊക്കെ മാറും. അമ്മക്ക് സ്കൂളിലൊരു കാര്യം ഉണ്ടായി. പറ. ഒന്നുമില്ല. പറഞ്ഞിട്ട് പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാ നീ എന്തിട്ട് വിഷമിച്ചിരിക്കണേ? അമ്മ വന്നപ്പോ തൊട്ട് മൈൻഡ് ചെയ്യാനുള്ള ഫുൾ ടൈം ഫോണില്ല. അതെന്നെ മൈൻഡ് ചെയ്യുന്നില്ലേ? ഞാനിവിടെ വയ്യാണ്ടോടെ കിടക്കാറുണ്ട്. എന്നെ മൈൻഡ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്യാൻ? നമുക്ക് ഫോൺ മതിയില്ലേ? നമ്മളെ മൈൻഡ് ചെയ്യാനുള്ളല്ലോ. ഒറ്റപ്പെട്ട പോലെയല്ലേ? നമുക്ക് അടുത്ത ആഴ്ച പോവാം. നമ്മ രണ്ടുപേരും മാത്രം മതി. അവളെ കൊണ്ടോണ്ട. ഒരു മിനിറ്റ്. എന്താന്നില്ലേ? ഞാനിപ്പോ ഇങ്ങോട്ട് പറയാം. ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അത് പോയിക്കോ. വരാണ്ട് കൊച്ചു വന്നതാണ്. അതായത് ഇന്ന് ഫോണില് ഒന്ന് വെറുതെ ഫോണൊന്ന് എടുത്താൽ മതി. അപ്പോഴേക്കും അടുത്തേക്കൊരു ശല്യമായിട്ട് ദേഷ്യം വരും മനുഷ്യന്. നീ പറ. ഇല്ല, നമുക്കൊരു സിനിമയ്ക്ക് പോവാന്നിട്ട് ഒരു 12 മണി ഷോയ്ക്ക് പോയിട്ട് നമുക്കത് കഴിഞ്ഞ് സ്കൂൾ വിടുമ്പോഴേക്കും വരാല. അവരോട് പറ. നമ്മ 3 പേര് മാത്രം മതിട്ടാ. നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു 3 പേര് മാത്രം മതി. മറ്റൊരു വേണ്ട. അവരോട് പറയണ്ട ഇപ്പൊ. ഓക്കെ. ഇല്ല. എന്തേടി അമ്മ പറഞ്ഞില്ല? ഏതാ പറയണ്ടേ? ഇവിടെ ഉള്ളതും പറഞ്ഞുതരാം. ഇതാണോ? അമ്മേ പോട്ടോ. എടാ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാം. അവള് സ്കൂളിൽ പോയി. മോള് സ്കൂളിൽ പോയി. എനിക്കിനി കുറച്ച് പണികളുണ്ട്. പാത്രം കഴിയൊക്കെ ഒന്ന് അടിച്ചിടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. ഓക്കെ. പിന്നെ ഇനി വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. ശരി. ഇനി ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അടിച്ചു വാരിടാണ്. പിള്ളേരൊക്കെ ഇപ്പൊ സ്കൂളിൽ പോയി. ഞാൻ ഇപ്പൊ വരാട്ടാ. ഓക്കെ. നാലരായില്ല. എന്തൊക്കെടാ സ്കൂളിട്ട് വരാത്ത? പണ്ട് സമയം കഴിഞ്ഞാല് 3:45 വിടേണ്ടതാണല്ലോ. ടീച്ചർ വിളിച്ചോക്കാം. ടീച്ചറെ, മോള് ഇതുവരെ സ്കൂളിട്ട് വന്നില്ല. 3:45 ക്ലാസ് വിട്ടില്ലേ? ചേച്ചി, മോള് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടാ. ടെൻഷൻ അടിക്കണ്ട. എന്ത് ടീച്ചറെ? ഞാൻ ബസ് സ്റ്റോപ്പിൽ വരുമ്പോ അവള് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന പതിവില്ലാണ്ട്. അല്ലെങ്കിൽ മറ്റേ കുട്ടികളുടെ കൂടെ പോണതാണേ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ അവള് മാത്രം ഉണ്ടായുള്ളൂ ബസ് സ്റ്റോപ്പിൽ. ബാക്കി എല്ലാവരും പോയി. അപ്പൊ കൊച്ചി ഇരുന്ന് കരയാണ്. വീട്ടിലേക്ക് പോണില്ലാന്ന് പറഞ്ഞ എന്നോട്. ഇല്ല ചേച്ചി, ഇല്ല. അവള് മാത്രം ഒറ്റയ്ക്കുള്ളൂ. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തെങ്കിലും വീട്ടിലെല്ലാം പ്രശ്നമുണ്ടോ? മോൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ആരെങ്കിലോ വീട്ടിലെന്തെങ്കിലും വഴക്കോ പിണക്കോ എന്തെങ്കിലും? അല്ല, മോള് വിഷമിച്ച് കരയുന്നുണ്ട്. വീട്ടിലേക്ക് പോണില്ലാന്നാ പറഞ്ഞേ. ഇല്ല ചേച്ചി, ടെൻഷൻ അടിക്കണ്ട. ചേച്ചി ടെൻഷൻ. ഞാൻ എന്തായാലും കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട് വരാം. അപ്പൊ എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ ചേച്ചി, ഞാനിപ്പോ വരാം. ചേച്ചി ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനിപ്പോ വരാം ചേച്ചി. ഓക്കെ.
ആ ടീച്ചർ വായോ. മോളെ നീ എവിടെയായിരുന്നു? എന്ത് ടീച്ചർ ഉണ്ടായേ? ഒന്നുമില്ല ചേച്ചി, ടെൻഷൻ അടിക്കണ്ട. മോള് ചെല്ലു, മോള് ചെന്ന് ഡ്രസ്സൊക്കെ മാറും. അത് പിന്നെ ചേച്ചി, ഞാനിപ്പോ എന്താ ചേച്ചിനോട് പറയാ? മോള് ഞാൻ ചെല്ലുമ്പോ ഞാനിന്ന് എനിക്കറിയില്ല എന്താ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും വിഷമമുണ്ട് ചേച്ചി. കാരണം നമ്മുടെ സ്റ്റുഡൻസ്, എന്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ പോലെ തന്നെയാണ്. അവർക്കൊരു വിഷമം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മിന്നുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവള് നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കണ മോളാണ്. പക്ഷെ അവൾ ഇത്രയും വിഷമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ന് അവള് കുറച്ച് ദിവസമായി അവള് ക്ലാസ്സിൽ മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ അവളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഇന്ന് നേരം വൈകി ഞാൻ ഇറങ്ങിയത്. എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വൈകിപ്പോയി. ഞാൻ ശരിക്കും പറയുന്നത് ഭാഗ്യമായി ചേച്ചി. അല്ലെങ്കിൽ മോളൊരു പക്ഷെ അപ്പൊ വന്ന ഏതെങ്കിലും ബസ്സിൽ കയറി പോയേനെ. ഞാൻ ചോദിച്ചപ്പോ അവളൊന്നും പറയുന്നില്ല. അവൾ കുറെ കരഞ്ഞു. അവൾക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറയണേ. അപ്പൊ ചേച്ചിക്കൊന്നും തോന്നരുത് കേട്ടാ. ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണാണ് പ്രശ്നം മോൾക്ക്. ചേച്ചി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. നമ്മള് ഓരോ പേപ്പറിലൊക്കെ ഓരോ ന്യൂസുകൾ ചേച്ചി എന്നും കാണുന്നതല്ലേ. ഓരോ കുട്ടികൾ പല വഴിക്ക്. ഇന്നിപ്പോ എന്റെ ഒരു ശ്രദ്ധ പോയിരുന്നെങ്കിൽ, ഞാൻ കുറച്ച് നേരത്തെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മിന്നു നമ്മുടെ എവിടേക്കാ പോണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം അവളുടെ പ്രായം ചേച്ചിക്ക് അറിയാലോ. അപ്പൊ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കൊച്ചു കരഞ്ഞിട്ട് തന്നെയാണ് എന്നോടത് പറഞ്ഞത്. അമ്മയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കാൻ നേരില്ല, പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അവരോട് സംസാരിക്കുന്നില്ല, കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല എന്നൊക്കെയാണ് പരാതി. ചേച്ചി പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്നാണ് അവർ പറയണത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്ന പറയണേ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ചേച്ചിക്ക്. മക്കള് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് മക്കള് അവർക്ക് എന്തിനൊരു ആപത്ത് വരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേച്ചി ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കത് എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല ചേച്ചിനോട്. കാരണം എന്നെക്കാളും ഒരു പക്ഷെ കുറച്ച് വയസ്സിന് മൂത്തതായിരിക്കും ചേച്ചി. പക്ഷെ എന്നാലും മക്കളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം ചേച്ചി. മൊബൈൽ ഫോണും ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാത്രം മതി. കാരണം അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ സ്കൂളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കണതിന്റെ പേരിൽ ഞാൻ പറഞ്ഞതാ. മിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കുട്ടിയാണ്, നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. അത്യാവശ്യം പഠിക്കുന്ന മോളാണ് അവള്. അവളുടെ കളിയും ചിരിയൊക്കെ കുറച്ച് നാളിട്ട് നഷ്ടപ്പെട്ടു. ഞാനത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഫോണിൽ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിൽ പഠിച്ചതിൻ്റെ ഒക്കെ. പക്ഷെ അവർക്ക് ഇത്രയും വിഷമം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ടീച്ചറെ. അന്ന് അവരെന്നോട് തുറന്ന് പറയണ്ടേ? എന്നോട് അവർ തുറന്ന് പറഞ്ഞില്ല. ഞാനിനി എന്താ ടീച്ചർ ചെയ്യണ്ടേ? എൻ്റെ മക്കള് ഞാൻ കാരണം ഇത്രയും വിഷമിക്കണമെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. ചേച്ചി ആലോചിച്ചിട്ട് ചേച്ചിക്ക് ശരിയെന്ന് തോന്നുന്നു ചേച്ചി ചെയ്യ്. ഞാൻ പോട്ടെ. അവള് ചേച്ചി നാളെ സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി. ഓക്കെ ചേച്ചി, ശരി. ഇല്ല ടീച്ചറെ, ഞാനിനി നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. എൻ്റെ ഭാഗത്ത് ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഫോണിന് എനിക്ക് വേണ്ട ഫോൺ. എനിക്ക് എൻ്റെ മക്കൾ തന്നെ വലുത്. എൻ്റെ മക്കൾക്ക് ഇത്ര ഫീൽ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല ടീച്ചറെ. വേണ്ട, എൻ്റെ മക്കളുടെ സന്തോഷം കളഞ്ഞിട്ട് എനിക്ക് വേറൊരു സന്തോഷം വേണ്ട. അത് ഫോണായാൽ പോലും എൻ്റെ മക്കളുടെ സന്തോഷം കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട ടീച്ചറെ. ശരി ടീച്ചറെ, ഒത്തിരി നന്ദി ടീച്ചറെ. എൻ്റെ മോളെൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചതിന്. മിന്നു, ഞാൻ പോണേ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത് കേട്ടാ. അമ്മയുടെ ഭാഗത്തായാലും ചേച്ചിയുടെ ഭാഗത്തായാലും ആരുടെ ഭാഗത്തായാലും മോൾക്ക് വിഷമം തോന്നുന്ന എന്തുണ്ടെങ്കിലും അത് അപ്പൊ തന്നെ അവരുടെ മുഖത്തേക്ക് പറയണം. അത് അമ്മയായാൽ പോലും. കേട്ടില്ലേ? ഞാൻ അവരോട് പറയാൻ പറ്റില്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോ ടീച്ചറോട് പറയണം. പറയോ? ഇനി ഇന്നുണ്ടായ പോലെ അമ്മ വിഷമിപ്പിച്ച് അല്ലെങ്കിൽ മറ്റാരും വിഷമിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്ട് ബസ് കയറി വേറെ എവിടേക്ക് പോകല്ല ചെയ്യേണ്ടത്. അതൊക്കെ തെറ്റാണ്. ഒരുപാട് ആപത്തുകളിലേക്ക് ചെന്ന് ചാടും. കേട്ടില്ലേ? നിങ്ങൾ എവിടേക്കൊക്കെ ചെന്ന് എത്തിപ്പെടുന്ന പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ചുറ്റിനും ശത്രുക്കൾ, ചുറ്റിനും കൊള്ളില്ലാത്ത മനുഷ്യർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല.
അപ്പൊ നമ്മുടെ വീട്, നമ്മുടെ സ്കൂള്, നമ്മുടെ ടീച്ചർമാര്, മാതാപിതാക്കള്, അവരൊക്കെയാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങള്. അപ്പൊ ഞാൻ എന്ത് വിഷമമുണ്ടെങ്കിലും ടീച്ചറോട് പറയണം കേട്ടാ. ഇതുപോലെ ബസ് കയറി പോവാനോ ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിൽക്കാനോ അല്ലെങ്കിൽ വേറെ ആരുടെ കൂടെ ഒക്കെ പോവാനോ നിൽക്കരുതിരിക്കലും കേട്ടാ. അമ്മയായിട്ട് പിണക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ അമ്മേനെ വിഷമിപ്പിക്കേണ്ട. നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ? അപ്പൊ നന്നായി പഠിക്കണം. അമ്മ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ടീച്ചറോട് കാര്യം പറയണം. ഓക്കെ? അപ്പൊ മിടുക്കിയായിട്ടിരിക്കണം. നീ വേണം മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാവാനായിട്ട്. നിന്റെ ഫ്രണ്ട്സിനായാലും ആർക്ക് എന്ത് വിഷമം വന്നാലും അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മ വിഷമം പരിഹരിച്ചു കൊടുക്കണം. അവരുടെ ആപത്തിൽ പോയി ചാടാൻ നമ്മൾ നിർത്തരുത് കേട്ടാ. അപ്പൊ നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടാ. നല്ല മോളായിട്ടിരിക്കണം. പോട്ടെ ടീച്ചർ, നാളെ ക്ലാസ്സിൽ വരണം കേട്ടാ. അപ്പൊ ശരി ചേച്ചി. ചേച്ചി തന്നെ നാളെ ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ മതി. പോട്ടെ കേട്ടാ. എന്തുട്ടാ മിന്നു നീ ചെയ്തേ? സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാണ്ട് ബസ് കയറി ബസ് സ്റ്റോപ്പിലൊക്കെ പോയി നിക്കാന്ന് വെച്ച് ഞാൻ ആലോചിച്ച് നോക്കി. ടീച്ചർ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എന്ത് വലിയ ആപത്തിലേക്കാ മോള് നീ പോയേ? എന്റെ ഭാഗത്തിന് തെറ്റിന് നിങ്ങക്ക് അത് തുറന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ അമ്മയല്ലേ ഞാന്? എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. ഞാനും ഫോൺ ഒരുപാട് യൂസ് ചെയ്തു. നിങ്ങള് വേണ്ട പോലെ ഞാൻ ശ്രദ്ധിച്ചേർന്നില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളോട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഞാൻ മറന്നു തുടങ്ങി ഫോൺ കാരണം. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. മക്കൾ അമ്മയോട് പറഞ്ഞ അമ്മയുടെ തെറ്റ് തിരുത്താനാണ് ശ്രമിക്കേണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത്ര വയസ്സായതല്ലേ, ഇത്രയും അറിവായതല്ലേ. ഇനി അമ്മയുടെ ഭാഗത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. മക്കളിനി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടാ. അമ്മ ഒരിക്കലും നിങ്ങളെ വിട്ടു ഒരു തെറ്റും ചെയ്യില്ല. അമ്മയ്ക്ക് നിങ്ങളെക്കാളും വലുതായിട്ട് ഒന്നുമില്ല. അമ്മയ്ക്ക് മൊബൈൽ ഫോണൊന്നല്ല അമ്മയ്ക്ക്, അമ്മയുടെ ഫ്രണ്ട്സ് ഒന്നല്ല അമ്മയ്ക്ക് വലുത്. അമ്മയ്ക്ക് അമ്മയുടെ വലുത് കുടുംബമാണ്. എന്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലുത്. പറയണ്ട. ഹലോ എടി, നമ്മുടെ ആ ഗ്രൂപ്പിന്ന് 2 ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടല്ലോ. അപ്പൊ അതിനൊന്നും തന്നെ ലെഫ്റ്റ് ആക്കണേ. അന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. ഞാൻ ലെഫ്റ്റ് ആവേണ്ടാ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. ആർക്കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. എടി, നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ മക്കളോടൊപ്പം ചെലവഴിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും നമുക്ക്. ഞാനും കുറച്ചു ദിവസം എന്തോ എനിക്ക് ഫോണിൽ തന്നെയായിരുന്നു കളി. വേണ്ടടി, ഞാൻ ലെഫ്റ്റ് ആവേണം. നമുക്ക് എവിടെയൊക്കെ വെച്ച് കാണുമ്പോ സംസാരിക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു തന്നെ കേട്ടാ. ഞാനെന്താ ലെഫ്റ്റ് ആവണം. അപ്പൊ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക് കേട്ടാ, കാരണം പറഞ്ഞേക്ക്. ശരി, എന്റെ മക്കളുടെ സന്തോഷം എനിക്ക് വലുത്, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ശരി. എന്ത് പഠിപ്പാ പഠിക്കണ? ഇങ്ങനെ ഇരുന്ന പഠിക്കണേ? ഞാൻ പഠിക്കും. കഞ്ഞെടുക്കട്ടെ പൊന്നോ? അതവിടെ കിടന്ന് ബെല്ലടിച്ചോട്ടെ. മോൻ പഠിച്ചോ? അമ്മയ്ക്ക് ഇനി ഫോണൊന്നും വേണ്ടേക്ക് നിങ്ങളുടെ ഒപ്പം ഇരുന്നാ മതി. നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ കളിച്ചും ചിരിച്ചും അടിപൊളി, അത് മതി. ഈ ഹാപ്പി മതി അമ്മയ്ക്ക്. അമ്മച്ചിക്ക് ഇനി ഫോണിലുള്ള സന്തോഷമൊന്നും വേണ്ട കേട്ടാ. പഠിക്ക്. ഹലോ ചങ്ങകളെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് ചെറിയൊരു മെസ്സേജ് ഉണ്ട്. അത് എന്താ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാനായിട്ട് മിക്ക മാതാപിതാക്കൾക്കും പറ്റാറില്ല. മിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എത്ര ശതമാനം എനിക്ക് പറയാൻ അറിയില്ല, എന്നാലും കുറച്ച് ശതമാനം മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ നേരില്ല. ചിലവര് നല്ല ജോലിയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. ചിലവര് ഇതുപോലെ മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ട് കുറെ പേരൻസ് ഉണ്ട്. എന്റെ അറിവിലുണ്ട്. ഞാനും കുറച്ചൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ഞാൻ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും നന്നായിട്ട് ഒരു ശ്രദ്ധയുണ്ട്. കാരണം വേറെ ഒന്നല്ല, എപ്പോഴും മക്കളോടൊപ്പം ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സന്തോഷം നമ്മൾ കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കണം. എല്ലാവരും അങ്ങനെ മക്കളോടൊപ്പം, മക്കൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മ ബാക്കി എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട്, ചിലപ്പോ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോയേക്കണായിരിക്കും, ചിലപ്പോൾ ജോലിക്ക് പോകണ അമ്മമാരുണ്ടാകും. എന്നാലും ആ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ബാക്കിയുള്ള സമയം മക്കളുടെ ഒപ്പം ചെലവഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മക്കളെ സന്തോഷമായിട്ട് ഇരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാല് നമ്മൾ അവരെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് പല വഴിക്ക് പോകും. അവരാ പോണത് ചിലപ്പോൾ ഒരുപാട് ആപത്തുകളിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ മക്കളാണ് ഏറ്റവും വലുത്. നമ്മുടെ മക്കളാണ് നമ്മുടെ സന്തോഷം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക.
ഓക്കെ ചങ്കളെ, അപ്പൊ RK ഏഞ്ചൽസിന്റെ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. പുതിയ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നതായിരിക്കും. അപ്പൊ അതുവരെ ടാറ്റാ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ RK ഏഞ്ചൽസ്. ഓക്കെ, ടാറ്റാ.